ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ISROനെ പറ്റി പറയുകയാണെങ്കിൽ 1 year, ഒരു വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. എവിടെയെന്ന് വെച്ചാൽ തുമ്പ. അവിടെ ടേൾസ് എന്ന് പറഞ്ഞൊരു ടെറിട്ടറിയിൽ AC മെക്കാനിക് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് എന്നെ ചെറുപ്പത്തിൽ വിളിച്ചു. എൻ്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ 2008 ആ സമയത്ത് അപ്രന്റീസ് ട്രെയിനിങ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ISROനെ പറ്റിയിട്ട് 10th എന്തൊക്കെയോ പഠിക്കുന്നുണ്ടെങ്കിലും റോക്കറ്റ് വിക്ഷേപണം, ആര്യഭട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ പോയപ്പോൾ അവിടുത്തെ ഒരു വർഷമാണല്ലോ, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണല്ലോ പറയാ. അവിടുത്തെ അതിൻ്റെ ഒരു ചരിത്രം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ അറിഞ്ഞ് ഞാനും അവിടെ ഒരു റോക്കറ്റ് ഉണ്ടാക്കി. തെർമോക്കോളിറ്റ്. AC മെക്കാനിക് അല്ലേ. AC മെക്കാനിക്കായിട്ട് ഞാനിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേൾസിൻ്റെ തന്നെ കുറച്ച് വേറൊരു സൈഡിൽ എന്തായിരുന്നു എൻ്റെ പേര്, കുറെ പേരുകളൊക്കെ മറന്നുട്ടാ. ഇൻസാറ്റോ അങ്ങനെ എന്താ, ഓരോരോ അവിടുത്തെ ഓരോരോ സംഭവങ്ങളും ഈ എന്താ പറയുക സ്പേസിൽ ഇതിൻ്റെ റിസർച്ച് ചെയ്യുന്ന ആ ഓരോരോ കാര്യങ്ങൾക്കനുസരിച്ചുള്ള പേരുകളുണ്ട്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, ഒന്ന് VSSC, പിന്നെ അതുപോലെ ടേൾസ്, മാക് 3, അങ്ങനെ കുറേ പേരുകളും എന്താ വെച്ചാൽ ഈ സ്പേസുമായിട്ട് നമ്മൾ ഭാരതം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേരിടും, പിന്നെ റോക്കറ്റിന് വേണ്ട എൻജിൻ്റെ പേരിടും. അങ്ങനെയാണ് അവിടുത്തെ ആ സ്ഥലങ്ങളൊക്കെ. എന്താ വെച്ചാൽ ആ ഒരു ഇതുമായിട്ട് സയൻറ്റിസ്റ്റുകൾ എപ്പോഴും പല പല സ്ഥലങ്ങൾ, കാരണം സയൻറ്റിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ ഈ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു മ്യൂസിയം ഉണ്ട്. ഒരു മ്യൂസിയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചരിത്രം തന്നെ ഉണ്ട്. ആ മ്യൂസിയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ചർച്ച്, പള്ളിയായിരുന്നു. പള്ളി തന്നെയാണ് ഇപ്പോഴും, ആ പള്ളീൻ്റെ രൂപത്തിലാണ്. ആ ഒരു പള്ളിയിൽ ഇപ്പം മ്യൂസിയമാണ് നടക്കുന്നത്. അപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾക്കൊക്കെ അവിടെ പെർമിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോയി അവിടുത്തെ കുറേ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എയർ കണ്ടീഷൻഡാണ്, ഫുൾ എയർ കണ്ടീഷൻഡ്. അപ്പോൾ അവിടെയൊക്കെ എനിക്കാണെങ്കിൽ ഈ എപ്പോഴാണെങ്കിലും കയറിച്ചില്ല, വെറുതെ കയറിച്ചില്ലല്ലോ കേട്ടോ. നമുക്ക് അവിടെ നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശത്തോടു കൂടി എപ്പോഴാണെങ്കിലും കയറിച്ചല്ലായിരുന്നു. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ സ്ഥലത്ത് പോവാതെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ISROന്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചരിത്രമാണ് ISROക്ക്. നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള വലിയൊരു ചരിത്രം. അപ്പം ആദ്യം അവിടെ ISRO വരുന്നതിന് അവിടുത്തെ നാട്ടുകാർ വളരെ ശക്തിയുക്തം എതിർത്തു. അവിടെ ഒരു വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അവിടെ തന്നെ നാട്ടിൽ തന്നെ കുറേ ആളുകൾക്ക് ജോലി കൊടുത്തിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയാണ്. കാരണം നാട്ടിൽ അവിടെ ജനങ്ങൾക്ക് വേണ്ടത്ര സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം ഇതിനു വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ അവർക്ക് ജോലി കൊടുക്കുക. അപ്പൊ ഒരു വീട്ടിലുള്ള എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും? അപ്പൊ അങ്ങനെയുള്ള കുറെ തർക്കങ്ങൾ, കുറെ കേസും കൂട്ടവും കോടതിയും അതൊക്കെ കഴിഞ്ഞ് ഇന്ന് വലിയൊരു സംഭവമായിട്ട് ISRO നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, പക്ഷെ ഞാനൊരു സ്ഥലത്തേ പോയിട്ടുള്ളൂ. ഈ തിരുവനന്തപുരം ISROയിൽ ടേൾസിൽ അവിടുത്തെ എയർ കണ്ടീഷൻ മെക്കാനിക് ആയിട്ടുള്ള അപ്രന്റീസ് ട്രെയിനിങ്ങിനാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവിടെ എന്ത് ചെയ്യായിരുന്നു, കോൺട്രാക്റ്റ് ഒക്കെ ചെയ്ത് അവിടുത്തെ എക്സാം ഒക്കെ എഴുതിയിട്ട് കയറാൻ വളരെ സിമ്പിളായിരുന്നു. എയർ കണ്ടീഷൻ മെക്കാനിക് ആയിട്ട് എനിക്ക് കയറാൻ വളരെ സിമ്പിളായിരുന്നു. പഠിക്കണം കേട്ടാ, ഇച്ചിരി പഠിക്കണം, അതിൻ്റെ മേഖലയിൽ പഠിക്കണം. പക്ഷെ ഞാനത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ അവിടെ നിന്നാണ് എനിക്ക് സ്പേസിനെ പറ്റിയിട്ട്, അതേപോലെ ഈ റോക്കറ്റുകളെ പറ്റിയിട്ട്, പിന്നെ ഈ സയന്റിസ്റ്റുകളെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞു. ഞാനൊരു റോക്കറ്റ് ഉണ്ടാക്കി പറഞ്ഞില്ലേ. അതായത് നമ്മൾക്കാണെങ്കിൽ എയർ കണ്ടീഷൻ മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അതായത് പണി ഉണ്ടാകുമ്പോൾ 1.5 പണിയാണ്, ഇല്ലാത്ത സമയത്ത് ഒരു പണി ഉണ്ടാവില്ല. അപ്പോൾ ഞാനങ്ങനെ നമുക്ക് ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ കിട്ടി. പ്ലാൻഡ് ഓപ്പറേഷന് ഞാനും ഇന്നിപ്പോൾ
മറ്റേ ഫയർ സ്റ്റേഷനിലിട്ട് വർക്ക് ചെയ്യാണ്. ശ്യാംജി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അത് കൂടാതെ പിന്നെ വേറൊരാളുണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പേരൊക്കെ മറക്കാണല്ലോ, കുറെ പേരുടെ പേരൊക്കെ മറക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് നമുക്ക് പ്ലാന്റ് ഓപ്പറേഷൻ കിട്ടി. ചെറിയൊരു റൂം, ആ റൂമിൽ സ്ക്രൂ ഡ്രൈവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഏരിയയിലത്തെ AC അതുപോലുള്ള AC എയർ കണ്ടീഷനായിട്ടോ മെയിൻ. അവിടെ എയർ കണ്ടീഷനായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ടെക്നീഷ്യന്മാര്, അതേപോലെ പ്ലംബിങ്ങിന് വേറെ ടെക്നീഷ്യന്മാര്, ഇലക്ട്രിക്കല് വേറെ. അപ്പൊ നമുക്ക് എയർ കണ്ടീഷണറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം റെഡി ആക്കിയാൽ മതി. അതിലേക്ക് സപ്ലൈ വരാത്തതാണെങ്കിൽ നേരെ പോയിട്ട് ഇലക്ട്രീഷ്യന്റെ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവര് പോയി ചെയ്യും. ഇവിടെ ഇപ്പൊ AC കറണ്ട് വരുന്നില്ല, ജസ്റ്റ് വർക്ക് ചെയ്യണില്ല, സപ്ലൈ കൊടുത്തില്ലെങ്കിൽ നമുക്ക് അവിടെ സ്വിച്ച് ഓൺ ആക്കണ്ടേ, അതുപോലെ അവിടെ ഇലക്ട്രീഷ്യന്മാർ ചെയ്യും. അപ്പൊ വ്യത്യസ്തമായ വിധത്തിലുള്ള എല്ലാവർക്കും പണി കൊടുക്കുന്ന ഒരു സ്ഥാപനം, എല്ലാവർക്കും പണി കൊടുക്കുന്ന സ്ഥാപനം, അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഞാൻ ഇന്നലെ ഇപ്പൊ ഒരു സാത്വിക ഭക്ഷണത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ISROന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2035 നമ്മൾ സ്പേസ് ഷട്ടില് അതിനുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ അവിടെ പോയ സമയത്ത് ചന്ദ്രയാന്, MAC-3 ഇതിന്റെ ഒക്കെ പ്രോജക്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്നോ എന്താ കാര്യം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ആ സമയത്തും ബ്രഹ്മകുമാരീസിലുള്ള ബാബയുടെ കാര്യങ്ങള്, അവിടുത്തെ ഈ നമ്മുടെ പ്രപഞ്ചത്തിലെ ഡ്രാമ, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തലയിൽ കയറിയ സമയമായതുകൊണ്ട് എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല. കാരണം സത്യയുഗം വരാൻ പോണ്. അപ്പോ സത്യയുഗം വരികയാണെങ്കിലും ഈ ഒരു സംഭവം ഇതെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, ഇത്രയും കോടി എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കണം. ഒരു റോക്കറ്റ് MAC-3 എന്ന് പറഞ്ഞ റോക്കറ്റ് ആ സമയത്ത് ഒരു തവണ ലോഞ്ച് ചെയ്തപ്പോ എന്തോ അത് പരാജയപ്പെട്ടു. അപ്പൊ എന്താ അതിന്റെ ക്രയോജനിക് എഞ്ചിന് എന്തോ കംപ്ലൈന്റ് ആയിട്ടോ അങ്ങനെ എന്തോ ഒരു ഇതിൽ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് അത് പരാജയപ്പെട്ടു. പിന്നെ സെക്കൻഡിലെ അറ്റംപ്റ്റ് ആണ് അത് എടുത്തത്. ഏറ്റവും കൂടുതൽ അവിടെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോഞ്ച് വെഹിക്കിൾ PSLV. ആ PSLV ഇപ്പൊ എത്രയോ നമ്പറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയോ ഒരുപാട് റോക്കറ്റുകളുണ്ട് കേട്ടോ, അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതലായിട്ട് ചർച്ചയ്ക്ക് പോയില്ല. പക്ഷെ ഇതിന്റെയൊക്കെ മെയിൻ ആവശ്യം എന്താണ്? ഈ വക റോക്കറ്റ് ഉണ്ടാക്കുന്നതിന്റെയും ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒക്കെ മെയിൻ ആവശ്യം എന്താണ്? നമ്മുടെ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യുക, അതായത് സയന്റിഫിക്കലി ശാസ്ത്രീയമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇത് നമുക്ക് ആവശ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ട ജ്ഞാനത്തിലേക്ക് അത് ആവശ്യമാണ് എന്നത് സത്യം പറഞ്ഞ ഇപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു വലിയൊരു ബോധം വരുന്നത്. കാരണം ഇന്നിപ്പോ ഞാന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് എനിക്ക് എത്രയാ ചെലവ് വരുന്നത്, അത്രയും സിമ്പിളായിട്ട് ഇവിടെ ഇത് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു മെയിൻ കാരണക്കാരെന്ന് പറഞ്ഞാല് ഈ സ്പേസ് ഇതിന്റെ സയന്റിസ്റ്റുകളുടെ ഒരു കഠിനമായ പ്രയത്നമാണ്. അപ്പൊ ഞാനും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1 year ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ തന്നെ നല്ല രസമാണ്. ഒന്നും ഉടായിപ്പോയിരുന്നു. കാരണം എനിക്ക് ഈ സത്യം പറഞ്ഞാല് തിരുവനന്തപുരം തന്നെ നാടേ ഇഷ്ടമില്ല. എന്തോ എനിക്ക് അവിടെ ഇഷ്ടമാവില്ല. എനിക്ക് അവിടെ നിൽക്കാനേ പറ്റില്ല. ഞാനപ്പോ രാവിലെ ശനിയാഴ്ച വരെ വെള്ളി വരെ വർക്കിംഗ് ഡേ ഉള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെ. അങ്ങനെ വെള്ളിയാഴ്ച വരെ വർക്കിങ്ങിന് പോവും. ശനിയാഴ്ച നാട്ടിലേക്ക് കയറും. വെള്ളിയാഴ്ച വൈകുന്നേരം നാട്ടിലേക്ക് കയറി പിന്നെ ഞായറാഴ്ച രാത്രി വീണ്ടും അങ്ങോട്ട് പോകും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു ഇത്. പിന്നെ ഓവർ ടൈമും കാര്യങ്ങളും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ഓവർ ടൈം ഒക്കെ ആകുമ്പോൾ ഡ്യൂട്ടി കുറച്ച് കൂടുതൽ കിട്ടും. അത് കുറെ ഡ്യൂട്ടി കുറഞ്ഞു പോയി. അപ്പൊ ഡ്യൂട്ടി കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ശനി ഞായറൊക്കെ നിൽക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പതുക്കെ ഞാനൊന്ന് തിരുവനന്തപുരവുമായിട്ട് സെറ്റായി. അവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടുത്തെ ചോറാണ് തീരെ ഇഷ്ടമല്ലാതിരുന്നത്, വലിയ അരി. പിന്നെ ഞാൻ അങ്ങനെ തിരുവനന്തപുരമായിട്ട് പതുക്കെ സെറ്റായി. എന്നാലും എനിക്ക് അവിടെ തീരെ പറ്റിയില്ല. കാരണം അവിടുത്തെ കുറെ ആളുകളുടെ കൾച്ചർ, എന്തൊക്കെയോ കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലത്തെ ഒരു മെയിൻ ആൾ അവിടെ ഉണ്ട്, അതായത് രാജഗോപാൽ സാർ എന്ന് പറയും. ആ രാജഗോപാൽ സാർ എനിക്ക് അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഓഫീസിൽ തന്നെ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറുപ്രായത്തിൽ നമുക്ക് എന്തൊക്കെ വേണ്ടത്. കാരണം എന്നെ കുറെ എന്താ പറയാ, എന്നെ തീരെ ഇഷ്ടമില്ലാത്ത കുറെ സാറന്മാർ അവിടെ ഉണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ സാറന്മാരുണ്ട്. എനിക്ക് ആദ്യം തന്നെ ഒരു സാറ് നേരെ എന്റെ ശത്രുവായി മാറി. പിന്നെ ഞാൻ അങ്ങേരിട്ട് മുണ്ടിയിട്ടില്ല, വരുന്നവരെ മുണ്ടിയിട്ടില്ല. ബാബുരാജ് സാർ എന്ന് പറയും. അത് ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. ആളൊക്കെ ഒന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്തോ എനിക്കറിയില്ല. പക്ഷെ
ഞാനവിടെ അങ്ങനെ വർക്ക് ചെയ്ത് പിന്നെ കുറെ ആളുകളുമായിട്ട് എനിക്ക് അവിടെ ഒത്തുപോകാൻ പറ്റുന്നില്ല. അവിടുത്തെ ഒരു കൾച്ചർ, ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്ന കുറെ ആളുകളാണ്, കണ്ണൂരിന്നും അതുപോലെ കൊട്ടാരക്കര. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം ISROയിൽ പോയപ്പോഴാണ് കേരളത്തിലെ 14 ജില്ലകളുടെയും 14 തരത്തിലുള്ള സ്ലാങ്, അതിന്റെ വ്യത്യസ്തമായ രീതി, ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. കണ്ണൂർക്കാരനാണെങ്കിൽ വേറൊരു ടൈപ്പില്, ഈ പറഞ്ഞ പോലെ കൊല്ലം എറണാകുളം ഉള്ള ടീമാണെങ്കിൽ അവര് വേറൊരു ടൈപ്പില്, ഞാനാണെങ്കിൽ പോണത് മലപ്പുറത്ത് ഒരു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ പലരും പല രീതിയിലുള്ള മലയാളത്തിന്റെ സ്ലാങ്ങിന്റെ വ്യത്യാസം തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് അവിടുന്ന് ആ ഒരു വർഷമാണ്. ഒരുപാട് സുഹൃത്തുക്കളെയും കിട്ടി, അതുപോലെ ഒരുപാട് ശത്രുക്കളെയും കിട്ടിയെന്ന് അറിയില്ല. പക്ഷെ ഒരു ശത്രുവിനെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ എന്താ വെച്ചാൽ നമുക്കതൊരു ശത്രുത, അതായത് എനിക്ക് പറ്റാത്തൊരു വ്യക്തിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങേരായിട്ടുള്ള കോണ്ടാക്ട് അങ്ങോട്ട് വിടും. അങ്ങനെ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഇതാണെങ്കിലും അന്നത്തതാണെങ്കിലും. എൻ്റെ ഒരു മെയിനായിട്ട് എനിക്ക് പറ്റാത്തതാണോ കോണ്ടാക്ട് വിടുക, അതാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ബ്രഹ്മകുമാരി ഞാനും കുറച്ചും കൂടെ വൈഡായി കിട്ടി വന്നപ്പോഴാണ് അതിൽ പറയുന്ന ഒരു സംഭവം തന്നെയാണ്, അതൊരു ബാഡ് ഹാബിറ്റ്. കോണ്ടാക്ട് വിടുക തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡ് ഹാബിറ്റാണ്. ഞാനാണെങ്കിൽ പക്ക വിടുക ചെയ്യാം. പിന്നെ ആ ബാഡ് ഹാബിറ്റ് ഞാനിപ്പോൾ നിർത്തി വരികയാണ്. ഇപ്പം അങ്ങനെ മാക്സിമം ഈ പറഞ്ഞ പോലെ ഒരു കലയാണല്ലോ സർവരെയും മിത്രമാക്കാനുള്ള ഒരു കല എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ കലയാണ്. അപ്പൊ ഞാൻ ആ പരിപാടി ഇപ്പൊ നിർത്തി വരികയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എവിടെയാണ്, സ്പേസിനെ പറ്റിയിട്ട്, ISROയെ പറ്റിയിട്ട്. എനിക്കറിയാവുന്ന ISRO, എൻ്റെ കാഴ്ചപ്പാടിലുള്ള ISRO, എൻ്റെ കാഴ്ചപ്പാടിലുള്ള സ്പേസ്, ഞാൻ പഠിച്ച സ്പേസ്, ഞാനിന്ന് ഉപയോഗിക്കുന്ന സ്പേസ്, സയൻസ്, ഈ വക കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടുത്തെ രസകരമായ കുറേ കാര്യങ്ങൾ. അപ്പൊ ഈ ISROയിൽ 2035 ആകുമ്പോഴാണ് നമ്മൾ ഈ സാധനമൊക്കെ കയറ്റിവിടുക, ഏത് സ്പേസ് ഷട്ടിൽ കയറ്റിവിടുക. എന്നിട്ട് അപ്പോഴാണ് നമ്മൾ ഈ സ്പേസിനെ പറ്റി പഠിക്കുക. കാരണം ഇന്ന് എന്തുകൊണ്ട് ISRO അത് ചെയ്യുന്നില്ല, വലിയൊരു കോടി പ്രൊജക്റ്റാണ്, കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റാണ്. അത് അമേരിക്ക, റഷ്യ, ചൈന, 3 രാജ്യങ്ങൾ അങ്ങനെയാണ് വേറെ സ്പേസുകൾ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബഹിരാകാശത്തെ കുറിച്ച് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ അത് ചെയ്യുന്നില്ല? ഇന്ത്യ അതിനുള്ള പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്, അതേ രസം. ഇന്ത്യ ഇപ്പോൾ അത് ചെയ്യുന്നില്ല, ഇന്ത്യ അതിനുള്ള പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ ബിലോ ലെവലാണ്. മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അപേക്ഷിച്ച് നോക്കുമ്പോൾ ബിലോ ലെവലാണ്. ഇതിന്റെ മെയിൻ കാരണക്കാരാണ് നമ്മൾ സാധാരണക്കാർ ഓരോരുത്തരാണ്. എന്നാ ഇന്ത്യയിൽ 150 കോടി ജനങ്ങൾ, 150 കോടി ജനങ്ങൾ അവരടയ്ക്കുന്ന ടാക്സ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ ലോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഇതുപോലുള്ള സ്പേസിന്റെ യൂട്ടിലൈസിങ്, ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സംഭവങ്ങൾ. പക്ഷെ ഇതൊരു ഒറ്റക്കെട്ടായ വർക്കാണ്. ഈ ഒറ്റക്കെട്ടായ വർക്ക് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ സംഭവം ഞാൻ പറയട്ടെ. ISROയിൽ ഓരോ പ്രൊജക്റ്റുകൾ വെക്കുന്നത് ആരാണ്? വലിയ സയന്റിസ്റ്റുകൾ. വലിയ സയന്റിസ്റ്റുകൾ ഓരോ പ്രൊജക്റ്റുകൾ വെക്കുമ്പോൾ ദൈവത്തിനൊരു നോട്ടം ഉണ്ടാവില്ലേ? അതിനിപ്പോ ISRO ആയാലും ശരി, നാസ ആയാലും ശരി, ചൈനയുടെ എന്താ പേര് എനിക്കറിയില്ല, ഓർമ്മയില്ല. അപ്പൊ അതൊക്കെ ആണെങ്കിൽ ദൈവത്തിനൊരു നോട്ടുണ്ട്. അതൊക്കെ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ വലിയ പ്രൊജക്റ്റുകൾ പലതും മന്ദഗതിയിലാണ്. കാരണം ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇത് ISRO സയന്റിസ്റ്റുകളുടെ മാത്രം കാര്യമല്ല, ജനങ്ങളുടെയും കൂടെ ആവശ്യമായിരിക്കും. കാരണം സയന്റിഫിക്കലായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ നമ്മുടെ ഇന്ത്യക്കാരി സുനിത വില്യംസ് നാസ വഴി ഇത് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിലൂടെ മാക്സിമം അതിനെ മനസ്സിലാക്കി എടുക്കാം. ഇന്ത്യ അത്രയും ഒരു വലിയൊരു
പ്രൊജക്റ്റിന് ഈ പറഞ്ഞ പോലെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഈ ISRO സയന്റിസ്റ്റുകൾ, ബാക്കിയുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടല്ല. പക്ഷെ അവര് കുറെ കൂടെ ഒറ്റക്കെട്ടാണ് എന്ന് കരുതിയിട്ട് മുഴുവൻ ഒറ്റക്കെട്ടാണെന്ന് പറയാനും വയ്യ. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലുള്ള പലരും നല്ല കാര്യങ്ങൾ ഒറ്റക്കെട്ടാണ്. അവര് പല പല പ്രൊജക്റ്റുകളും വലിയ രീതിയിൽ നടത്തി അതിനുള്ള ആൻസർ വെച്ച് അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഞാൻ ഇതേപോലെ ISROയിൽ ഒരു വലിയൊരു സയന്റിസ്റ്റിന്റെ കൂടെ താമസിക്കാണ്. അങ്ങേര് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ക്രയോജനിക് എഞ്ചിന്റെ ഡെവലപ്മെന്റിന്റെ എന്തൊക്കെയോ പ്രൊജക്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. അങ്ങേര് ഇതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തരാണ്, സ്പേസിനെ പറ്റി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മളെ ഭൂമി സ്വയം കറങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ 24 hours ആണ്. അപ്പോ 24 hours അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചതിന്റെ ഉത്തരം അങ്ങേർക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എനിക്ക് വന്ന സംശയമാണ്. അപ്പൊ 24 hours അത് കറങ്ങുന്നുണ്ട്, അതേപോലെ ഈ ഭൂമി സൂര്യനെ ചുറ്റി കറങ്ങുന്നുണ്ട്. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസമായിട്ട് ഒരു വർഷം ഉണ്ടാവുന്നതും, അതുപോലെ 24 മണിക്കൂറിന്റെ ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വിടുന്ന ഉപഗ്രഹങ്ങളുണ്ട്, അപ്പൊ അത് അതിന്റെ ഒരു ഓർബിറ്റിലെത്തി അതിങ്ങനെ ഭൂമിയെ ചുറ്റി കറങ്ങാൻ തുടങ്ങുന്നുണ്ട്. അത് സ്വയം കറങ്ങുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചേ. അത് അങ്ങേർക്ക് ഉത്തരം തരാൻ പറ്റില്ല. അപ്പൊ പിന്നെ അതോടെ ഞാൻ പിന്നെ അങ്ങേരോട് സംശയം ചോദിക്കുന്നത് നിർത്തി. കാരണം എന്താ വെച്ചാല് ചെറിയ സംശയമാണ് എൻ്റെത്. ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല, പക്ഷെ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ഈ രണ്ട് സംഭവങ്ങളും അതിൻ്റെ ഒരു വ്യക്തമായ ഉത്തരം അങ്ങേർക്ക് തരാൻ പറ്റില്ല. പിന്നെ ഞാൻ അതിന്റെ മേൽത്തലത്തിലേക്കൊന്നും പോയിട്ട് ആ സംശയം ചോദിച്ചില്ല. ഇത് ഞാനൊരു തവണ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് അവിടുത്തെ ഒരു സയന്റിസ്റ്റിന്റെ ഉത്തരം തരാൻ പറ്റിയില്ല. അന്നത്തെ സംശയം അതാണെങ്കിൽ ഇന്നത്തെ സംശയം അതല്ല കേട്ടോ. കാരണം കുറച്ചും കൂടെ ഡെവലപ്പായി. ഇനിയിപ്പോൾ അത് കറങ്ങിക്കോട്ടെ കറങ്ങാതിരുന്നോട്ടെ. കാരണം കുറച്ചും കൂടെ അറിവുകൾ വളരെയധികം വിശാലമായി. മലയാളത്തിൽ തന്നെ നമുക്ക് പല പല പ്രോജക്റ്റുകളുടെയും പല പല കാര്യങ്ങളുടെയും സയന്റിഫിക്കലായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ വളരെ സിമ്പിൾ ആയിട്ടുണ്ട്. ഈ ISROന്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല പ്രോജക്റ്റുകളും വളരെ രഹസ്യമായിട്ട് നടക്കണം. ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ. ഭയങ്കര സെക്യൂർഡ് ആയിട്ട് ഫോൺ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ ഡാറ്റാസ് അകത്തേക്ക് അവിടുന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ എനിക്ക് പറയാനുള്ളത് ISRO ആയാലും ശരി, ഏത് RO ആയാലും ശരി, നമ്മളൊരു സാധനം കണ്ടുപിടിക്കുമ്പോൾ, സയന്റിഫിക്കലായിട്ട് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ പ്രൂഫും കാര്യങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന്റെ ഗുണമായാലും ദോഷമായാലും ജനങ്ങളിലേക്ക് എത്തിക്കണം. ഒരു തവണ അവിടെ ഈ പ്രൊപ്പല്ലന്റ് വെച്ചിട്ട് ഏതോ ഒരുത്തൻ റോക്കറ്റ് വിട്ട് അവനെ പിടിച്ച് ജയിലിലാക്കി. സംഗതി അവൻ റോക്കറ്റ് വിട്ടപ്പോ അത് വിജയിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷെ അവൻ ആ പ്രൊപ്പല്ലന്റ് ഉണ്ടാക്കാൻ അവന് കഴിവുണ്ടായിരുന്നു. പിന്നെ അവന്റെ അവസ്ഥയൊന്നും നമുക്കറിയില്ല. പക്ഷെ അവൻ ആ സംഭവം വിട്ടു, അവർ റോക്കറ്റ് ഉണ്ടാക്കി വിട്ടു. ഞാൻ ഉണ്ടാക്കിയ റോക്കറ്റ് തന്നെ തെർമോകോളായിട്ടാണ്. അവിടുത്തെ കുറെ സാറന്മാരൊക്കെ കണ്ടാണ് സാധനം നിക്കണ്ടേ, ഭയങ്കര രസമാണിത്. അതായത് ഒരു ഹൈറ്റിൽ ഞാൻ ഈ PSLVന്റെ കണക്കിൽ തന്നെ ഏകദേശം ഉണ്ടാക്കിയതാണ്. തെർമോകോൾ കട്ട് ചെയ്ത് ഒരു പീസ് ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ സംഭവങ്ങളൊക്കെ വെച്ച് വീണ്ടും അതിനെ കട്ട് ചെയ്ത് വലിയൊരു ഇത്. ആ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ, അന്നത്തെ കാലത്ത് അത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷെ കണ്ട കുറെ സാറന്മാരുണ്ട് ഞാൻ ഉണ്ടാക്കിയ റോക്കറ്റ് പറഞ്ഞിട്ട്. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി അവിടെ വെറുതെ ഇരിക്കില്ലേ, AC എപ്പോഴെങ്കിലും കേട് വന്നാലായി അപ്പൊ മാത്രം പോയിട്ട് AC-നെ പിടിച്ചാൽ മതി. ചിലപ്പോൾ AC-ന്റെ ഉള്ളിൽ ഒരു പാമ്പ് കയറുന്ന എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും. അപ്പൊ ആ ചത്ത പാമ്പിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് AC പുറത്തേക്ക് ഇറക്കുക, സർവീസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളെ പണി. അതിന്റെ ഇടയിൽ എനിക്കാണെങ്കിൽ അവിടെ ഫുൾ ടൈം ഫ്രീ ആയിരുന്നു. എവിടെ വേണമെങ്കിലും കയറി പോവാ, AC ചെക്ക് ചെയ്യുക, അവിടുത്തെ ഹ്യൂമിഡിറ്റി ചെക്ക് ചെയ്യുക, ഹ്യൂമിഡിറ്റി സ്റ്റാറ്റ് വർക്ക് ചെയ്യിക്കാതിരിക്കുക. ഇടയ്ക്ക് കംപ്ലൈന്റ് വളരെ അപൂർവമായിട്ടേ കംപ്ലൈന്റ് വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഇങ്ങനെ അതിനനുസരിച്ചുള്ള ഒരു ഇതാണ്. അപ്പൊ ഈ റോക്കറ്റ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ തെർമോക്കോളാണ്. അപ്പൊ അത് നമ്മൾ ഈ വക പരിപാടിക്കൊന്നും നിന്നിട്ടില്ല. പക്ഷെ വേറൊരുത്തൻ ഈ പറഞ്ഞ പോലെ പ്രൊപ്പല്ലന്റ് ഉണ്ടാക്കിയിട്ട് സാധനം പൊന്തി, വളരെ സിമ്പിൾ ആയിട്ട് പൊന്തി. അവന് ഏത് രീതിയിലാണ്, പക്ഷെ അവനെ പിടിച്ച് പോലീസ് ജയിലിലാക്കി. ഇവിടെ
അവൻ ചിലപ്പോ അതിന് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവൻ വലിയ സയന്റിസ്റ്റ് ആവേണ്ട വ്യക്തിയായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മുടെ ഭാരതത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് മേലേക്ക് വളരാൻ സമ്മതിക്കില്ല. വളർന്നിരിക്കണോ മേലേക്ക് വളരാൻ സമ്മതിക്കില്ല. എന്താ പറയാ, എന്റെ ഉള്ളിലുള്ള ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അയാൾക്ക് അവിടുത്തെ സയന്റിസ്റ്റുകളോട് ചോദിച്ചിട്ട് എനിക്ക് പോണതിന്റെ ഉള്ളിൽ ഒരു ഉത്തരം തരായിരുന്നു കേട്ടാ. അങ്ങേര് അത് പിന്നെ അതിനൊന്നും വന്നിട്ടില്ല, അതൊരു കണ്ണൂക്കാരനാണ്. പക്ഷെ എന്താ വെച്ചാല് അങ്ങേര് എന്തായാലും എന്നെക്കാളും കുറച്ചും കൂടെ വലിയ പഠിപ്പുണ്ട്, ഡിപ്ലോമയാണ്, ഞാൻ ITI ആണ്. അപ്പൊ എന്റെ ഒരു സംശയത്തെ അങ്ങേരെ അത്ര വലിയൊരു കാര്യമായിട്ട് കണക്കാക്കിയില്ല. പിന്നെ ഞാൻ ആ സംശയത്തെ അത്ര വലിയ സീരിയസ് ആക്കിയിട്ട് ഞാനും എടുത്തില്ല. അങ്ങ് കറങ്ങിയാലെന്ത് കറങ്ങിയില്ലെങ്കിലെന്ത്, അങ്ങേർക്ക് പറഞ്ഞുതരാൻ പറ്റാത്ത പിന്നെ ITI ഉള്ള ഞാൻ എന്തിനാ വെറുതെ ചിന്തിച്ച് തല ഉണ്ടാക്കണം. നമുക്ക് അവിടുന്ന് കിട്ടുന്ന സ്റ്റൈപ്പൻഡും വാങ്ങി അവിടുന്ന് കിട്ടുന്ന മൃഷ്ടാന്ന ഭോജനം കഴിഞ്ഞ് ആ 1 year എങ്ങനെയെങ്കിലും തീർത്തിട്ട് ആ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് നാട്ടിലേക്ക് വരണം, ഇത്ര മാത്രമേ നമ്മളെ ചിന്തയുള്ളൂ. എന്നാ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്യുമായിരുന്നില്ല. സൈക്കിള് അവിടുത്തെ ISROയിലത്തെ നമുക്ക് സർവീസിന് വേണ്ടിയിട്ട് കിട്ടുന്ന വണ്ടിയാണ് സൈക്കിള്. അപ്പൊ ഈ സൈക്കിൾ ഇടയ്ക്ക് നന്നാക്കി കണ്ടപ്പോ എന്റെ അവിടുത്തെ ഒരു സാറ് പറഞ്ഞിട്ടുണ്ടാ, നീ എന്തായാലും ജീവിച്ചോളും, ഇത് ജീവിക്കാനാണല്ലോ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നീ എന്തായാലും സൈക്കിൾ നന്നാക്കിയിട്ടാണെങ്കിലും ജീവിച്ചോളും. പിന്നെ അങ്ങേരുടെ നമ്പർ അന്നൊക്കെ എന്റെ കയ്യിലുണ്ട്, നമ്പർ വേണമെങ്കിൽ ഇപ്പോഴും കിട്ടുമൊക്കെ ചെയ്തിട്ട്. പിന്നെ ആ ഒരു കോണ്ടാക്ട്, കാരണം അങ്ങേര് നല്ലൊരു പൊസിഷനിലെത്തി. എയർ കണ്ടീഷൻ മേഖലയുടെ തന്നെ സർവീസ് ടെക്നീഷ്യൻ A B T C അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിക്ക് അനുസരിച്ചാണ് ഓരോരുത്തർക്ക് 1000 തൊട്ട് കൂടുതൽ കിട്ടുന്നതും കുറയണതും. അതേപോലെയാണ് അവിടുത്തെ സയന്റിസ്റ്റുകളുടെ അവസ്ഥ. സയന്റിസ്റ്റുകളാണെങ്കിലും ചെയർമാൻ ആണെങ്കിലും അവിടുത്തെ പാനലാണെങ്കിലും ഇതിന്റെ ഒക്കെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരൊറ്റക്കെട്ടായിട്ടുള്ള ഒരു സംഭവം വരികയാണെങ്കിൽ നമ്മൾ ഇന്ത്യനെ കടത്തി വെട്ടാൻ പറ്റിയ ഒരു രാജ്യവും ഇല്ല. പക്ഷെ ഒറ്റക്കെട്ടാവൂല, ഇത് കൊറേ രഹസ്യമാക്കി വെക്കും. ഇനി ഇത് പരസ്യമാക്കുമ്പോഴേക്കും അത് അങ്ങനെ പരസ്യമാക്കാൻ പാടില്ല, എങ്ങനെ പരസ്യമാക്കാൻ പാടില്ല, ആ രീതിയിൽ ഒരു ഒരു തരത്തിലുള്ള എന്താ പറയാ, ഇതിനിപ്പോ എന്താ ഒരു ഭാഷ പറയാ, നായൊട്ട് തിന്നൂല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കൂല എന്നറിയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് ശരിക്കും ഈ ISROയിലായാലും ശരി, നമ്മുടെ രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി. ഈ സാധാരണ വീടുകളിൽ ഒരു 10 വീടുണ്ടെങ്കിൽ, അല്ല 10 ആളുള്ള ഒരു വീടുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ അത് തന്നെയാണ്, ഇതേ അവസ്ഥ തന്നെയാണ്. ഇപ്പൊ ബ്രഹ്മകുമാരീസിൽ ഞാൻ പോകണ്ടായിരുന്നില്ലേ, അവിടുത്തെ അവസ്ഥ തന്നെയാണ്. കാരണം അവിടുത്തെ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ എത്തിക്കഴിഞ്ഞാല് മേലേക്ക് കയറാൻ സമ്മതിക്കില്ല, ഒരാളും മേലേക്ക് കയറാൻ സമ്മതിക്കില്ല. പക്ഷെ ഈശ്വരൻ എന്ന് പറഞ്ഞൊരു സത്യം ഉണ്ടല്ലോ, ഒരു പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ നാഥൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ടീമുണ്ട്, ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ടീമുണ്ട്. എന്തോട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് വെച്ചാൽ കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ സയന്റിഫിക്കലായിട്ട് മറ്റേ ഹിഗ്സ് ബോക്രോണോ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഈശ്വരനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറ്റില്ല. വളരെ സയന്റിഫിക്കലായിട്ട് ഈശ്വരൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ തന്നെ പല പുസ്തകങ്ങളിലും ഉണ്ട്. അതന്വേഷിക്കുന്നവർ അതന്വേഷിക്കണം, ഇതന്വേഷിക്കുന്നവർ ഇതന്വേഷിക്കണം. സയന്റിഫിക്കലി ഇതൊന്നും അന്വേഷിക്കുക, ഇതിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക എന്ന് ചിന്തിക്കുന്ന വളരെ മൗനം, വളരെ സൈലന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും പ്രൂഫ് ചെയ്ത് പോകുന്ന വലിയൊരു കൂട്ടം ശാസ്ത്രജ്ഞരുണ്ട് കേട്ടോ, അവരും മിണ്ടൂല. പക്ഷെ നമ്മുടെ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം നന്നായി സംസാരിക്കും, നല്ല പ്രഭാഷണങ്ങളൊക്കെ നടത്തി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വപ്നം കാണും, ഉറങ്ങി സ്വപ്നം കാണാനല്ല, ഉണർന്നിരുന്ന സ്വപ്നം കാണും, നമ്മുടെ ഭാരതത്തിനെ ഏറ്റവും ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ. ഈ ISRO അതിന്റെ ആദ്യത്തെ വിക്രം സാരാഭായുമായിട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി. അത്രയും അന്നത്തെ അങ്ങേരുടെ വിദ്യാഭ്യാസം എന്താണെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും BSc വലിയ വിദ്യാഭ്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങേര് പിന്നെ അവിടുന്ന് പഠിച്ച് ഓരോ ലെവലില് മേലേക്ക് അവിടുത്തെ വേറൊരു കാര്യമുണ്ട്, അവിടെ പോയി കഴിഞ്ഞാല് പിന്നെ ഹയർ ലെവലിലേക്ക് പോകേണ്ട കാര്യം അത് അവിടുത്തെ ഗവൺമെന്റ് നോക്കിക്കോളും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കന്ന് അങ്ങനെ എനിക്ക് തോന്നുവാണ് ഒരു ശാസ്ത്രജ്ഞൻ ആവണം എന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് വളരെ സിമ്പിൾ പരിപാടിയായിരുന്നു. അതായത് ITI ഉണ്ടല്ലോ, എനിക്ക് ITI ഉണ്ട്. അപ്പൊ എനിക്ക് ISROയില് കുറച്ചു കാലം വർക്ക് ചെയ്ത്
എക്സാം എഴുതി ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ 2-3 കൊല്ലം കഠിനമായിട്ട് വേണ്ട കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സാം എഴുതി അവിടുത്തെ മറ്റേ എന്താ പറയുക ടെക്നീഷ്യൻ എന്താ പറയുക ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് കയറായിരുന്നു. പക്ഷെ എന്നെ അതിനൊന്നും സമ്മതിക്കാതെ ഞാനിപ്പോ ഇന്ന് ഈ ലെവലിലേക്ക് എത്താണ്ടായ കാരണം എന്താന്ന് വെച്ചാല് അവിടുത്തെ കുറേ കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. അവിടെ മൃഷ്ടാന്ന ഭോജനം വേണ്ടത്ര കിട്ടും. ഈ മൃഷ്ടാന്ന ഭോജനം കഴിക്കുമ്പോൾ എന്താന്ന് വെച്ചാല് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ആമ്പക്കം വിട്ട് കഴിഞ്ഞാല് ഉറങ്ങും, ഉണരൂല, ബുദ്ധി ഉണരൂല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ലൈഫ് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, ദൈവം തമ്പുരാൻ. ഇനിയിപ്പോ ദൈവം തമ്പുരാൻ ഇല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിലും ഒരു കൂട്ടം വ്യക്തികൾ ഉണ്ടെങ്കിലും ഈ സയന്റിസ്റ്റുകളൊന്നും കാണുന്നില്ലല്ലോ ദൈവം തമ്പുരാൻ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ഉണ്ടെങ്കിലും ശരി, എന്തായാലും എന്റെ ലൈഫ് ഞാൻ തീരുമാനിക്കുന്നത് മാത്രല്ല. അപ്പൊ അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അന്ന് എനിക്ക് തോന്നിയൊരു ചിന്തയാണ്, ഇതിപ്പോ ജോലി കിട്ടിയെന്ന് വെക്കുക, കുറച്ച് കഠിനമായി പരിശ്രമിച്ചാൽ മതി. ആദ്യം ഒന്ന് കോൺട്രാക്ട് ആയിട്ട് വർക്ക് ചെയ്ത് 2-3 കൊല്ലമൊക്കെ അവിടെ നമ്മുടെ ബിഹേവിയർ അവിടെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സാം എപ്പോഴേലും വരും. ആ എക്സാം ഒന്ന് എഴുതുക, എയർ കണ്ടീഷനിങ് മേഖലയിൽ ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ പഠിച്ച് അത് എഴുതി കഴിഞ്ഞാൽ കയറാൻ പറ്റും. അത്ര ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാനത് വേണ്ടെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് അവിടെയാണെങ്കിലും നടക്കുന്നത് ഈ പിൻവാതിൽ നിയമനമാണ്. നല്ലൊരു ശതമാനം പിൻവാതിൽ നിയമനം, ചിക്കിളി കൊടുക്കണം. ISRO കാര്യമായിട്ടാ പറഞ്ഞത്. ISRO നല്ലൊരു ശതമാനം വ്യക്തികളും ചിക്കിളി കൊടുത്ത് കയറുന്നു. അതിൽ കൂടുതലും ഞാനിപ്പോ അവിടെ ഒരു 10 കൊല്ലം ഇരുന്ന് പഠിച്ചാലും ചിലപ്പോൾ കയറാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ തവണ അവസരം വരുമ്പോഴും അവിടുത്തെ തന്നെ ആളുകളുണ്ട്, അവരുടെ മക്കളെ കയറ്റാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ബാക്ക് കൂടെ കൊടുത്ത് കയറ്റിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോ ലക്ഷങ്ങൾ ഇപ്പോ നമ്മൾക്ക് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അന്നത്തെ സമയത്ത് ഈ പറഞ്ഞ പോലെ അത്ര ചിന്ത നമ്മുടെ വീട്ടിലുള്ളവർക്കും വന്നിട്ടില്ല. എന്തായാലും നീ അതിന് കാരണം കയറ്റി തരാം, നിനക്ക് എത്ര ലക്ഷം വേണമെങ്കിലും തരാം എന്ന് പറയാൻ മാത്രമുള്ള ഒരു കഴിവ് അന്ന് എൻ്റെ അച്ഛനില്ല. അതുകൊണ്ടൊക്കെ പിന്നെയും സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ കഠിനമായി പരിശ്രമിച്ചിട്ടൊക്കെ കയറിയായിരുന്നു. ഈ പിൻവാതിൽ നിയമനം ഭയങ്കരമാണ്. ISRO ശരി, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഭരണകൂടത്തിന്റെ കാര്യം പറയണ്ടല്ലോ. CPM കയറി, ഇനിയിപ്പോ BJP കയറി, ആര് കയറിയാലും പിന്നെ അവിടുത്തെ പോസ്റ്റിംഗ് ആരുതാണ്? രാഷ്ട്രീയക്കാരുടെ കുടുംബങ്ങളും മറ്റവരും മറിച്ചവരൊക്കെയാണ് പിന്നെ കയറുക. കാരണം എന്താ? പിൻവാതിൽ നിയമനം. ഇത് ശരിയല്ല. കഴിവുള്ളവനെ എന്നും ചെളിയിൽ മുക്കിയിട്ട് കഴിവില്ലാത്ത ഏതെങ്കിലും ആളുകളൊക്കെ കയറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അമേരിക്കയിലോ ബ്രിട്ടനിലോ റഷ്യയിലോ ചൈനയിലോ ആ പരിപാടി വല്ലാതില്ല. പക്ഷെ ഇവിടെ ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ പക്കാ ചെറ്റത്തരം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ക പ്രൂഫുണ്ട്. എനിക്കിപ്പോ അത് പറയണേന്ന് വലിയ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നായിട്ട് തിന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല. നേരെ മറിച്ച് പക്കാ കഴിവുള്ളവന് പക്കാ ചിന്തിക്കാൻ കഴിയുന്ന കുറച്ച് പേര്, വളരെ കുറച്ച് പേര് ISROയിൽ കയറിയാല് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യവും ശരിയായ രഹസ്യങ്ങളും മുഴുവൻ ഇന്ന് നാസ ചന്ദ്രനിൽ കാലിക്കുത്തി എന്ന് പറഞ്ഞൊരു കൂട്ടർ, കാലിക്കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ, ഈ വക സംഭവങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അത്രയും വെഹിക്കിൾസ് ആയി, ചെറിയ വെഹിക്കിൾസ് ഒക്കെ സ്വന്തം വെഹിക്കിൾസ്. നാസയുടെ സപ്പോർട്ട് ഉണ്ട്, ചൈനയുടെ സപ്പോർട്ട് ഉണ്ട്, ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അനവധി റോക്കറ്റുകളുണ്ട്. ഇനിയും ഇതിനെ വികസിപ്പിക്കാനും കഴിയും. കാരണം ഇപ്പോ ഈ പറഞ്ഞ പോലത്തെ പല കാര്യങ്ങളും നാസ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൽപ്പന ചൗള ഇല്ലാതെ ആവാൻ കാരണം എന്താ? ഒരു ഫാൾട്ടാണ്. അപ്പൊ ആ ഫാൾട്ട് പറ്റിയപ്പോ നമുക്കും ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു. കാരണം സുനിത വില്യംസ് ശരിക്കും പോയതുപോലെ നല്ല പൂർണ്ണ ആരോഗ്യം തന്നെ, അവിടുത്തെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ 90 ദിവസം ആയപ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം സ്പേസിൽ അധിക സമയം നമുക്ക് കഴിയാൻ കഴിയില്ല. പിന്നെയാണ് അതിന്റെ മേലേക്ക് പോകാൻ നോക്കുന്നത്. പക്ഷെ മനുഷ്യന് ഇതൊക്കെ അറിയണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറിയണം. മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ക്ലൈമറ്റ്
ഈ ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. ഈ സുനിത വില്യംസും ബുച്ചർ കാർഡോ അങ്ങനെ എന്തോ ഒരു പേരില്ല, ഇവര് സ്പേസിൽ അവരുടെ ബോഡി ഓക്കെ ആക്കി എത്ര തവണ പോയില്ല അവര്. അപ്പൊ ഇപ്പൊ കിട്ടിയത് വലിയൊരു അവസരമാണ്. സംഗതി ഏതോ ഒരു എഞ്ചിന് കംപ്ലൈന്റ് ആയെങ്കിലും ഈ സുനിത വില്യംസിനും മറ്റവർക്കും കിട്ടിയത് വലിയൊരു അവസരമാണ്. കാരണം എത്രയും തവണ ഭൂമിയെ ചുറ്റി കറങ്ങിയിട്ട് അതിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവർക്ക് ഇപ്പൊ ഭൂമിയിൽ ഇനി അവരെ റിക്കവർ ചെയ്യാനാണ് അവർക്ക് പ്രയാസം. അവിടെ തന്നെ ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അവർ ഇനി എത്രയോ വർഷം ജീവിക്കും. കാരണം മനുഷ്യന്റെ ബോഡിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ഒരു കാലാവസ്ഥ വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ ജീവിക്കും. നമ്മളൊക്കെ വെള്ളത്തിൽ ജീവിച്ചു വന്നവരാണ്. ഗർഭപാത്രത്തിലേ വെള്ളത്തിലല്ലായിരുന്നോ? അപ്പോ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? പൊക്കിൾ കൂടിയാണ് എല്ലാവരും കേട്ടോ. ഈ സ്പേസിലെ വലിയ ശാസ്ത്രജ്ഞന്മാരായാലും ശരി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയാലും രാഷ്ട്രപതി ആയാലും ഒക്കെ അതിന് പോയിട്ട് നമ്മൾ പരീക്ഷണങ്ങൾ വല്ലാതെ നടത്തണില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താന്നുള്ളത് നമ്മൾ നടത്തണില്ലല്ലോ. എന്തുകൊണ്ട് അത് നടത്തണില്ല? ഒരു മനുഷ്യന്റെ അതിജീവനം, അതിനുവേണ്ടി നമുക്ക് ഈ പൊക്കിൾക്കൊടി ബന്ധത്തിന്റെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും നടത്തണില്ല എന്നല്ല കേട്ടോ, നടത്തണവരുണ്ട്. പക്ഷെ അതിനൊക്കെ എന്താന്ന് വെച്ചാൽ വേണ്ടത്ര സപ്പോർട്ടുകൾ വേണം. ഇപ്പൊ നിലവിൽ ഇത്രയും കാലങ്ങളായിട്ട് വലിയ വലിയ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും ഇപ്പൊ അതായത് ഇപ്പം കൊച്ചുങ്ങൾ ജനിക്കാത്ത കുറെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അപ്പോ എന്തായി, IVF-ഉം IUI അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ വന്നു. ഇനി ഈ IVF-ഉം IUI-യും വഴി ജനിച്ച കുട്ടികൾ സാധാരണക്കാരാണോ? അല്ല, നോർമലി ഉള്ള ബന്ധപ്പെടലിലൂടെ ഉണ്ടായ കുട്ടികളല്ല. അപ്പൊ അവരിൽ കുറെ പരീക്ഷണങ്ങൾ നടത്തണം. അവർക്ക് വേണ്ട ബുദ്ധി നോർമലുള്ള ആളുകളുടെ ബുദ്ധിയാണോ പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ പശു തിന്നുമില്ല, പട്ടിട്ട് തിന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല. പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ ഭാരതത്തിൽ തന്നെ. അപ്പൊ നമ്മൾ ഭാരതത്തിലാണല്ലോ, കേരളത്തിലാണ്. അപ്പൊ ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തേണ്ട സംഭവം ഇപ്പൊ കുറെ അങ്ങോട്ട് ഡെവലപ്പായിട്ട് സ്പേസിലേക്കൊക്കെ പോയി. അപ്പൊ നമ്മൾ പല സ്ഥലത്ത് എന്ന് വെച്ചിട്ട് അത് മോശമാണെന്നല്ല, അതൊക്കെ വേണം. സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസിലെല്ലാം വേണം. അപ്പൊ മാവ് വേണം, തെങ്ങ് വേണം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കൃഷി രീതിയിലെല്ലാം വേണം. ഓരോന്നിനും ഓരോ ഫലമാണ്. പക്ഷെ ശരിക്കും മനുഷ്യന്റെ ഒരു ജീവിതത്തിൽ ആയുസ് കൂട്ടണം, ജീവിതത്തിന്റെ ശൈലി കൂട്ടണം. ഇതിനൊക്കെ വേണ്ടത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിലേക്കൊരു കോൺസെൻട്രേഷൻ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ്, ഈ പറഞ്ഞ ISRO, അതുപോലെ ബാക്കി ഏതൊക്കെ മേഖലകൾ ഉണ്ടോ അവരൊക്കെ അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാരതം എന്നല്ല ഏത് രാജ്യമാണെങ്കിലും രക്ഷപ്പെടും. ഇപ്പൊ കുംഭമേള എന്ന് പറഞ്ഞാൽ വലിയൊരു മേളയാണ്. അവിടെ മിസൈൽ വെച്ചിട്ട് മറ്റു രാജ്യത്തെ ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ വേറെ വലിയ വലിയ സംഭവങ്ങളൊന്നല്ല നടക്കുന്നത്. അവിടെ മുഴുവൻ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാണ്. കാരണം അവിടെ ഓരോരുത്തരും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സന്യാസിമാര് അവരവർക്ക് വേണ്ട രീതിയിലുള്ള യോഗാസനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഭാരതത്തിന്റെ മെയിൻ പ്രത്യേകത. എത്ര കോടി സന്യാസിമാരുണ്ടാവും? അത്ര കോടി ഏതെങ്കിലും രാജ്യത്തുണ്ട്. ചൈനയില് നല്ല വിധത്തിലുള്ള ബുദ്ധ സന്യാസിമാര്, ടിബറ്റില്, അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ ഒക്കെ ഈ ഭാരതത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള പല പുസ്തകങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ ബേസിലാണ് അവരൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ അവരും പുതിയ പുതിയ മെത്തേഡുകളായിട്ടുണ്ട്. ഇപ്പൊ ബുദ്ധനാണെങ്കിൽ വേറൊരു മെത്തേഡിലാണ്. പിന്നെ നമ്മുടെ ഓഷോ പോയത് പിന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അങ്ങേരുടെ ആ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് വേറൊരു മെത്തേഡിലാണ്. പിന്നെ അങ്ങനെ വ്യത്യസ്തമായ രീതി. പക്ഷെ ഒത്തുകൂടി നല്ല രീതിയിൽ നമ്മുടെ ലൈഫിന് ഭാരതത്തിലെ ഇന്നീ പറഞ്ഞ പോലെ പട്ടിണി പരിവാരങ്ങളും പിന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളും ഇതിനെയൊക്കെ ഒരു തടയിടാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന്റെ കാര്യങ്ങളിൽ കുറെ റിസർച്ചൊക്കെ ചെയ്തിട്ട് അതിനെ പ്രതിരോധിക്കുക, ഇതിനാണുള്ളതൊക്കെ ചെയ്യുന്നത്. ഈ ISRO കൊണ്ടുപോകുന്നതാണെങ്കിലും
ഓരോരോ ഇത് ചെയ്യുന്നതാണെങ്കിലും കാലാവസ്ഥ കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കാനും ആ കാലാവസ്ഥയിലുള്ള വ്യത്യാസം കാരണം ഇത്രയെങ്കിലും ജനങ്ങളെ സംരക്ഷിക്കാനും ഇതൊക്കെയാണ് അവരുടെ മെയിൻ ലക്ഷ്യം. പക്ഷെ അതൊന്നും നടക്കണില്ല. അപ്പൊ എത്രയോ കാലമായിട്ട് ഇവര് റോക്കറ്റും കാര്യങ്ങളൊക്കെ വിട്ട് ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ വയനാട്ടിൽ ഈ സാധനം ഇടിഞ്ഞു പൊളിഞ്ഞു കൊണ്ട് ഇത്രയും ആൾക്കാർ പോയത് അവർക്കൊന്നും പ്രതിരോധിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എന്താ പറയാ, നമ്മുടെ മുല്ലപ്പെരിയാർ പൊട്ടും, മുല്ലപ്പെരിയാർ എന്തായാലും പൊട്ടും. മുല്ലപ്പെരിയാർ പൊട്ടുന്ന ആ ഒരു സമയത്ത് എത്രയോ സൈക്കിളിന്റെ അതായത് പൊട്ടാൻ ഏകദേശം ആയി. പൊട്ട ഉടനെ തന്നെ വെള്ളം നോക്കട്ടും വെച്ചിട്ട് അടിച്ചു കയറി വരുന്നില്ല. പക്ഷെ ഏകദേശം പൊട്ടാനുള്ള ഒരു സാഹചര്യമായി. അവിടെയുള്ള ഒരുപാട് പേരെ വൈൻഡപ്പ് ചെയ്യാൻ പാകത്തിലുള്ള ഒരുപാട് പേരെ, ഒരാളെ രണ്ടാളെ അല്ല, അത്രയും പേരെ രക്ഷിക്കാൻ പാകത്തിലുള്ള ഒരു സിസ്റ്റം നമ്മളെ ഈ ISROക്ക് ഇല്ല. അതൊക്കെ നേരെ മറിച്ച് അമേരിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഇപ്പൊ അതാ കാട്ടുതീ വരുന്നു. അപ്പൊ കാട്ടുതീ വന്ന്, അതേപോലെ പ്രളയം വന്ന്, അങ്ങനെ പല സംഭവങ്ങളും വരുമ്പോഴും അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ടീമിനെ വൈൻഡപ്പ് ചെയ്യും. അതായത് ഓരോരോ ജനങ്ങൾ, അവിടുത്തെ കോടീശ്വരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നുമില്ല, അവര് വേഗം മനുഷ്യന്മാരെ മുഴുവൻ കവർ ചെയ്തു അതിന്റെ ഒരു പ്രയാസങ്ങൾ ഇല്ലാത്ത ഭാഗത്തേക്ക് മാറ്റും. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ മരണസംഖ്യ വളരെ കുറവ്. നമ്മളവിടെ അങ്ങനെയല്ല. ചെറിയൊരു മല ഇടിഞ്ഞു വീണാല് 100 ചില്ലാൻ ആളുകൾ മരണപ്പെട്ടു. ഇതിലെന്താന്ന് വെച്ചാൽ ഇതെന്താ, ഇനിയിപ്പോ ഈ ഭരണകൂടങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യണതാണോന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഇത് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് കോടികൾ തോണ്ടാൻ പറ്റൂല. നമ്മളവിടുത്തെ ശരിയായ അവസ്ഥ എന്ന് പറഞ്ഞാല് ISRO അല്ല, ഇപ്പൊ ഇവിടെ ഈ ഒരു വയനാട് ഈ ഒരു ദുരന്തം ഈ ദുരന്തം ഉണ്ടായപ്പോ അവിടെ നടന്നുള്ള മുഴുവൻ സംഭവങ്ങളും നമ്മളൊക്കെ പച്ചക്ക് യൂട്യൂബ് വഴിയും ബാക്കിയുള്ളതും കണ്ടു. പല പല ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും അവരൊക്കെ പലതും ചെയ്യാൻ നിന്നപ്പോഴും നമ്മുടെ ഭരണകൂടം അതൊന്നും വേണ്ട, ഞങ്ങൾ ചെയ്തിട്ട് ബാക്കി. എന്നിട്ടും ഈ ജനങ്ങൾ മൊത്തം ചെയ്തത് അവിടുത്തെ ക്രിമിനലിംഗ് ആണെങ്കിലും അതേപോലെ അവിടുന്ന് ജനങ്ങളെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതാണെങ്കിലും ഇതൊന്നും പോലീസും പട്ടാളും, അതായത് ഇവിടുത്തെ കേരള ഗവൺമെന്റിന്റെ പോലീസും പട്ടാളും മാത്രം അധ്വാനിച്ചതല്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ വൈൻഡപ്പും കഴിഞ്ഞ് അവരിനി ഒരു ശവം കിട്ടാനില്ല ആ രീതിയിലൊക്കെ ആയി. ആ ലെവലിലായപ്പോ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഒരു അപേക്ഷ പോയി. ഇത്രയും കോടിയുടെ നഷ്ടം ഉണ്ടായി. അപ്പൊ എത്ര 100 കോടിയുടെ നഷ്ടം ഉണ്ട്. ശരി, നിങ്ങൾക്ക് 150 കോടി തന്നിട്ടുണ്ട്, നമ്മളടച്ച ടാക്സ് തന്നെയാണ്. ആ ടാക്സ് 150 കോടി കൊടുത്തു. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഇത് വൈൻഡപ്പ് ചെയ്തതിന് ഇത്ര കോടി. പിന്നെ അതൊക്കെ പോസ്റ്റ് കാണുന്ന കേട്ടോ. അതിന്റെ പിന്നാലെ ഒരുപാട് കോമഡികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പിന്നെ അവരായി. നാട്ടുകാർ ചെയ്ത ഒരു കാര്യത്തിന്, നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല, ഒരു ISRO ഉദ്യോഗസ്ഥനല്ല, ഒരു എന്താ പറയാ IAS ഉദ്യോഗസ്ഥനോ ഒരു കളക്ടറോ ഒന്നുമല്ല, സാധാരണക്കാരില് അവിടുന്ന് കിട്ടിയ ബോഡികൾ, അതിന് സംസ്കരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ പച്ചക്ക് കാണാട്ടോ. അതിനൊന്നും ഒരു കോടിയും കൊടുത്തില്ല. പിന്നെ വീണ്ടും ഖജനാവിലേക്ക് അതൊക്കെ കൊടുത്തു. ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ആ പാലം, ബെയിലി പാലം അതുണ്ടാക്കിയത്. അപ്പൊ അവർക്കും വേണ്ട കോടികൾ. ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന കോടികളൊന്നും നേരെ അവിടേക്ക് കൊടുക്കുന്നുണ്ടോ? നന്നായി ചിന്തിക്കേണ്ടതാണ്. കാരണം ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നായോട്ട് തിന്നൂല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ സിസ്റ്റം. അപ്പൊ ഞാനും ഒരു കേസിലൊരു ക്രിമിനൽ പ്രതിയാണ്. ഞാൻ പോയതാണ് പോലീസും കോടതിയൊക്കെ ആയിട്ട്. ഞാൻ ഏറ്റവും വലിയ പ്രതിയാണ്. ഇപ്പൊ തിരൂരിലിപ്പോ അവിടെ ലുക്കൗട്ട് നോട്ടീസ് അടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനും അമ്മയും എന്റെ പെങ്ങൾ വലിയ പ്രതിയാണ്. എന്താ, നമ്മൾ നന്നായിട്ട് നോക്കിയ ഒരു പെണ്ണ്, ഞാൻ കൂട്ടിക്കളഞ്ഞ ഒരു പെണ്ണ് അവിടുന്ന് എന്താ പറയാ വക്കീല് മുഖാന്തരം ഒരു കേസ് ഉണ്ടാക്കി അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ ഞാനും അമ്മയും പെങ്ങളും പ്രതിയായി. വേറെ ഒന്നുമില്ല, 41A എന്ന് നോട്ടീസ് ഉണ്ട്, അതിലൊന്നും എഴുതി തരാതെ അവരെന്നെ കൊണ്ട് ഒപ്പിടിച്ചു. ഞാൻ പോയി ഒപ്പിട്ട് കൊടുത്തു. കാരണം എനിക്ക് അന്ന് അതിനെ പറ്റിയിട്ടൊരു വലിയൊരു കാര്യം ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നില്ല. 41 നോട്ടീസ് ഒപ്പിട്ട് കൊടുക്കാതെ എനിക്ക് അതിനെ പ്രതിരോധിക്കാമെന്നുള്ളൊരു അറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നോട് പറഞ്ഞു അത് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനത് ഒപ്പിട്ട് കൊടുത്തു. അതോട് കൂടിയിട്ട് ഫുള്ള് പ്രതിയായി. അത് രസം എന്താന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും ചെറ്റത്തരം അവിടെ നടക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നടന്ന ഏറ്റവും വലിയ ചെറ്റത്തരം ഞാൻ DGPക്ക് വരെ കത്തെഴുതി. ഒരു റിപ്ലൈ ഇല്ല. മാർച്ച് 22-ാം തീയതി കഴിഞ്ഞ കൊല്ലം മാർച്ച് 22-ാം തീയതി എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. മാർച്ച് 22-ാം തീയതി ഞാൻ പോയി 41A ഒപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ അങ്ങോട്ട് പോകുന്നു. അമ്മേന്റെ ഒപ്പും ഞാൻ ഇട്ട് കൊടുത്തു, പെങ്ങളൊപ്പവും ഞാൻ ഇട്ട് കൊടുത്തു. കാരണം പോലീസ് പറഞ്ഞു അത് കുഴപ്പമില്ലടാ നീ ഇട്ടോന്ന് പറഞ്ഞു.
എന്താണ് ഡെന്നി അങ്ങനെ എന്തോണം അവിടുത്തെ എസ് ഐൻ്റെ. പിന്നെ വേറെ ഏതൊരു പ്രതീഷ് കുമാർ, രണ്ടുപേരാണല്ലോ അന്വേഷിക്കുക. അത് ഞാൻ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ പ്രതിയായി. എങ്ങനെ മാർച്ച് 22 ഞാൻ ഒപ്പിട്ടതിൽ മാർച്ച് 2 അന്വേഷണം തുടങ്ങി, മാർച്ച് 6 ഒക്കെ കംപ്ലീറ്റ് ആയി. എന്തുടായിപ്പ് കേരളാണെന്ന് പറഞ്ഞത്, എന്തുടായിപ്പ് കേരളമാണ്. ഇതാണ് നമ്മുടെ അവിടുത്തെ പോലീസിന്റെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു ISROയിൽ ഒരു റോക്കറ്റ് വിട്ടുന്ന് പറഞ്ഞില്ലേ, അവന്റെയൊക്കെ പേരിൽ എന്തൊക്കെ എഴുതി ചേർക്കാം അന്ന്. ഇന്ന് ഇവിടെ ഫുള്ള് സിസ്റ്റമാറ്റിക് ആണ്, കമ്പ്യൂട്ടറും കാര്യങ്ങളും എല്ലാം സിസ്റ്റമാറ്റിക് ആണെങ്കിലും ഇത്രയും ചെറ്റ ഭരണകൂടം, ഇത്രയും ചെറ്റ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും. അതിന് ISROയിലായാലും അവിടെയൊക്കെ നടക്കുന്ന സംഭവം അതാണ്. ഇത് മാറിയത്, അതായത് ഇത് സത്യസന്ധമായാലും ഒരാൾക്ക് ഉപദ്രവമില്ലാതെ ഓരോരുത്തർക്ക് ഉപകാരമൊന്നും ചെയ്യണ്ട, ഒരു ഉപകാരം ചെയ്യണ്ട, ഒരു സയന്റിസ്റ്റിന് വേറൊരുത്തന് ഉപകാരം ചെയ്യണ്ട, പക്ഷെ ഉപദ്രവമാവാതിരുന്നാൽ തന്നെ നമ്മുടെ ISRO വളരും. ഞാൻ അവിടെ പച്ചയ്ക്ക് കണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. വെറും മൃഷ്ടാന്നഭോജനം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറെ സയന്റിസ്റ്റുകൾ, സത്യം പറയാലോ, മൃഷ്ടാന്ന ഭോജനം കഴിക്കണം, അല്ലാതെ ഈ ISROനെ ഡെവലപ്പ് ആക്കണം, നമ്മുടെ സ്പേസിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കണം. അതുവഴി ഈ ജനങ്ങൾക്ക് ഉപകാരം. നമ്മൾ ഈ ടാക്സ്, നമ്മൾ കൊടുക്കുന്ന ടാക്സ് കോടികൾ അവിടെ എത്തും. അത് ശമ്പളമായിട്ട് ഓരോരുത്തർക്ക് 25,000 ആയിട്ടും 30,000 ആയിട്ടും 1 lakh ആയിട്ടും 2 lakh ആയിട്ടും 3 lakh ആയിട്ടൊക്കെ ഈ ശമ്പളം മേടിക്കുന്ന ഒട്ടേറെ സയന്റിസ്റ്റുകൾ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള എന്തെല്ലാം പ്രൊജക്റ്റുകൾ, ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഉപകാരമായിട്ടുള്ള എന്തെല്ലാം പ്രൊജക്റ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്, അതാണ് മെയിൻ നോക്കുന്നത്. പക്ഷെ ഈ അമേരിക്കയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും അവിടെ എന്താന്ന് വെച്ചാൽ ഈ ടീമില്ലേ, അവിടെ ഇതേപോലെ കമ്പനി തന്നെയാണ്. നാസ എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനിയാണ്, ഇവിടെ ISRO ഒരു കമ്പനിയാണ്, റെയിൽവേ ഒരു കമ്പനിയാണ്. പക്ഷെ അത് പൊതു സംഭവങ്ങളാണ്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ നമ്മൾ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഒക്കെ ഉപകാരമായതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഖജനാവുന്ന്, കോടിക്കണക്കിന് കിട്ടുന്ന ഖജനാവുന്ന് നാസയ്ക്ക് ഇത്ര കോടി, ഈ പറഞ്ഞ ചൈനയുടെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിന് ഇത്ര കോടി. ISROക്ക് എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല? ISROക്ക് നമ്മളെ കേന്ദ്ര ഗവൺമെന്റിൽ പൈസ ഇല്ലായിട്ടല്ല കൊടുക്കാത്തത്, അവിടെ റിസൾട്ട് വേണം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടങ്ങുന്ന ഒരു ടീം ISROക്കാണെങ്കിലും ബാക്കിയുള്ള ഏത് മേഖലയിലാണെങ്കിലും ഓരോന്ന് കൊടുക്കുന്നെങ്കിൽ അവിടെ റിസൾട്ട് വേണം. ഇപ്പൊ നമ്മുടെ വലിയൊരു പ്രതിരോധ സംവിധാനമാണ് ഏത്, മിലിറ്ററി. ഈ മിലിറ്ററി അവിടെ നല്ല വൃത്തിയിൽ ഭംഗിയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ഞാനും ആരാണെങ്കിലും ഇവിടെ അത്ര സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകണം. ആ മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥന്മാർ ഒരു കാറിൽ, അല്ല എന്താ പറയുക, ഒരു കാരവാനിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കെ പാകിസ്ഥാനിൽ നിന്ന് ഒരു കൂട്ടർ കുട്ടി എത്ര പേര് തീർന്നോ? അത്രയും പേര് തീർന്നോ? ഈ കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് എന്ത് കൊടുക്കണം? പെൻഷൻ കൊടുക്കണം. ഇതേ ഫണ്ട് എടുത്തിട്ടാണ് ഇന്ന് ഈ ISROയില് സ്പേസ്, ബാക്കി എല്ലാ ഡെവലപ്മെന്റും ഉണ്ട്. ഇവര് വരുന്നത് മുൻകൂട്ടി കാണാനുള്ള ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ISRO ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ എന്ത് സിസ്റ്റം നടക്കുന്നതാണെങ്കിലും ഈ ഒരു പ്രതിരോധ സംവിധാനം ചൈന, പാകിസ്ഥാന്, ബാക്കിയുള്ള ഏതൊക്കെ രാജ്യങ്ങളുമാണോ അവരായിട്ട് സഹകരിച്ചിട്ടും സഹകരിക്കാതെ മറ്റേ മിസൈല് തൂക്കിയിട്ട് രണ്ടും ഉണ്ട്. ഇപ്പൊ നമുക്ക് നേപ്പാൾ അതിർത്തിയിലാണെങ്കിൽ വെട്ടിവെച്ച് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം അവരായിട്ട് നല്ല സഹകരണം. ചൈനയിലാണെങ്കിൽ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ റെഡിയാണ്. നേരെ മറിച്ച് പാകിസ്ഥാൻ ബോർഡറിലാണെങ്കിൽ ഒരുപാട് സംഭവം റെഡിയാണ് അവിടെ പ്രതിരോധത്തിന്. പക്ഷെ അവിടെ നിന്ന് നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ ഓരോരുത്തരെ തീർക്കുമ്പോൾ അതില് എത്ര നഷ്ടമാണ് ഭാരതത്തിന് വരുന്നത്. ഈ നഷ്ടം തീർക്കാനുള്ള എന്തൊക്കെ സിസ്റ്റങ്ങൾ ഈ ISRO ഉണ്ടാക്കി നോക്കണം. കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ കുറെ ആവുമ്പോഴാണ് ഈ പ്രതിരോധ സംവിധാനങ്ങളിൽ, അതായത് ഈ പട്ടാളത്തിലും ഈ പറഞ്ഞ പോലത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അവിടെയും ഈ പിൻവാതിൽ നിയമങ്ങളും ഈ നായിട്ടൊന്നുമില്ല പശുവിനെ കൊണ്ട് തിരികൂലാറില്ലേ, ആ പരിപാടി ഒക്കെ ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. അത് ക്ലിയർ ആയാൽ മാത്രമേ നമ്മുടെ ഭാരതം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ അച്ചീവ് ഒരു ഗോൾ ഉണ്ടല്ലോ, രാജ്യം വികസിത രാജ്യം, വികസ്വര രാജ്യത്തു നിന്ന് വികസിത രാജ്യമായി അത് ഏറ്റവും ടോപ്പിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ഫണ്ടില്ലായിട്ടാണോ? അല്ല, ഇവിടെ സ്വർണ്ണുണ്ട്, രത്നമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പ്രൂഫ് ചെയ്ത് കാണിച്ചു കൊടുത്താണ്. ഇപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തില്, അതുപോലെ
ബാക്കി എത്ര അമ്പലങ്ങളുണ്ട്, ഇതൊക്കെ നമ്മുടെ സ്വത്താണ്. ഈ സ്വത്ത് കാണിച്ചുകൊണ്ട് മാത്രം നമുക്ക് വിജയിച്ചൂടെ? നമ്മുടെ കയ്യിൽ സ്വർണം ഇല്ലായിട്ടാണോ? നമ്മുടെ ഖജനാവിൽ സ്വർണം ഇല്ലായിട്ടാണ് ഇപ്പൊ 100 കോടി സ്വർണം നമ്മൾ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് തന്നെ കൊള്ളുന്നു. ഇനി പുതിയത് വാങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതെല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് സാധാരണക്കാരൻ, ഏത് സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ രാവിലെ പണിക്ക് പോയി 1000 രൂപ ഒക്കെ അധ്വാനിച്ച് 500 രൂപയ്ക്ക് മദ്യം കഴിക്കുന്ന ഒരു സാധാരണക്കാരനും അതെല്ലാം നന്നായിട്ട് ISRO വന്ന് ഇരുന്നു, അതല്ലെങ്കിൽ പ്രധാനമന്ത്രി പദവിയിലിരുന്നു മിനിമം 50 ലക്ഷം വരെ അത്ര ഉണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. എനിക്ക് കൃത്യമായിട്ടറിയില്ല. ഏറ്റവും വലിയ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ ആരെന്ന് വെച്ചാൽ എനിക്കറിയില്ല. മിനിമം ഒരു 50 ലക്ഷം വരെയെങ്കിലും ശമ്പളം വാങ്ങിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചെയ്യുന്നത് 24 മണിക്കൂറുള്ള പരിപാടിയാണ്. മറ്റവർ ചെയ്യുന്നത് 24 മണിക്കൂറിൽ. 50 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്ന മുകേഷ് അംബാനി ഇല്ലേ? മുകേഷ് അംബാനിയുടെ ശമ്പളത്തിലൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും വാങ്ങിക്കുന്നുണ്ടല്ലോ. അതും ഇതേ ഭാരതത്തിലാണ്. അപ്പോ അവരും ഈ സാധാരണക്കാരും പിന്നെ ബാക്കിയുള്ള ഈ ടെറിട്ടറിയിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ അവരവരുടെ ആഗ്രഹം. മുകേഷ് അംബാനിയുടെ ആഗ്രഹം എന്താണ്? സാധാരണക്കാരന്റെ ആഗ്രഹം എന്താണ്? എന്റെ ആഗ്രഹം എന്താണ്? ഇതിനൊരു തടസ്സമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു സിസ്റ്റം. ഞാൻ എത്ര പേരുടെ മോശം പറഞ്ഞു, പോലീസിന്റെ സിസ്റ്റത്തിനെ പറ്റി മോശം പറഞ്ഞു. ഞാൻ പക്കാ പ്രൂഫ് തരാം. ഏത് മുഖ്യമന്ത്രി ആയാലും ശരി, ഏത് ആഭ്യന്തരമന്ത്രി ആയാലും ശരി, ഏത് പ്രധാനമന്ത്രി ആയാലും രാഷ്ട്രപതി ആയാലും ശരി, ഞാൻ പക്കാ പ്രൂഫ് തരാം. വളരെ മോശം സിസ്റ്റം കേരളത്തിലെ പോലീസ് സിസ്റ്റം, വളരെ മോശം. ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ നിയമ സിസ്റ്റം വളരെ മോശം. കേരളത്തിലെ നിയമവ്യവസ്ഥ പ്രത്യേകം വളരെ മോശം. ആ അവസ്ഥയിൽ ഇവിടെ ISRO കേരളത്തിൽ ഇരുന്നുകൊണ്ട് വികസിക്കാൻ പറ്റില്ല. അത് നേരെ ഇപ്പൊ എവിടേക്കൊക്കെ പല സ്ഥലത്ത് ഇത് ലോഞ്ച് ചെയ്യണത് ആന്ധ്രാപ്രദേശിൽ, വിശാഖപട്ടണം, അങ്ങനത്തെ അല്ലേ. ഇതിപ്പോ മൊത്തത്തിൽ ഓൾ ഇന്ത്യ ലെവലിലായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അതിങ്ങനെ നശിക്കാതെ മുന്നോട്ട് പോകണം. കേരളത്തിന് മാത്രമായിട്ട് ഒതുങ്ങി കൂടിയിരുന്നുണ്ടെങ്കിൽ എന്നോ ഇതാകെ നശിച്ചിട്ടുണ്ടോ. കേരളത്തില് ആദ്യമായിട്ട് ആ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം, അത് എന്താ വെച്ചാൽ ഭൂമധ്യരേഖയും കുറെ സംഭവങ്ങളുണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്. ഭൂമധ്യരേഖ നമ്മൾ പഠിച്ചു വെച്ച പോലെ ഭൂമിക്ക് ചുറ്റും ഒരു വര അടിച്ചിട്ടുള്ള സംഭവം ഒന്നല്ല. കുറെ സംഭവങ്ങളുടെ ബേസിലാണ് ഇത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇത് കേരളത്തിൽ നിന്ന് വലിയൊരു സംഭവം പല സ്ഥലങ്ങളിലേക്ക് മാറി. ആന്ധ്രാപ്രദേശിലേക്ക് അത് പോയതുകൊണ്ട് എന്താ, ആന്ധ്രാപ്രദേശിൽ നല്ല വികസനം ഉണ്ട്. ആന്ധ്രാപ്രദേശിൽ കാരണം എന്താ, അവിടെയുള്ള ജനങ്ങൾക്ക് ജോലിയുണ്ട്, അവിടെ അതിന് വേണ്ട കുറെ കാര്യങ്ങൾ. എന്താ ISRO ശാസ്ത്രജ്ഞം ഭക്ഷണം കഴിക്കുന്നത് ഘന അരി തന്നെയാണ്. കടലമിഠായി അവര് കഴിക്കുന്ന ഒരു കടലമിഠായി. കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധപ്പതിച്ച രാജ്യം. ഞാനാണെങ്കിൽ കുറെ സ്ഥലത്ത് പുറത്തു പോയതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി കുറെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഡൽഹിയിലാണെങ്കിൽ, പക്ഷെ ഓൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വളരെ മോശം. ഇപ്പൊ ഡൽഹിയിൽ ഇപ്പൊ അടുത്ത് പോയി, ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ വളരെ മോശം, ഡെവലപ്പ് ആവാൻ സമ്മതിക്കാത്തൊരു രാജ്യം. ഇത് പേപ്പറുകളായിട്ട് ഈ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും ബാക്കിയുള്ള നിയമങ്ങള് നമ്മളെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോ മാറ്റം വരുത്തി. അത് അതിനേക്കാളും മോശം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാല് വളരെ മോശം എന്നേ ഞാൻ പറയുള്ളൂ. അതിനെപ്പറ്റി മുഴുവനും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ അതിനൊന്ന് ഡെവലപ്പ് ആക്കിയത്. ഒന്ന്, അന്നേ വരെയുള്ള പോക്സോ കേസുകളൊന്നും ഈ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. അന്നേ വരെയുള്ള ഏറ്റവും വലിയ ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരം. അതായത് ഇപ്പൊ നമ്മുടെ ജൂലൈ മുതൽ ഒരു പുതിയ നിയമം വന്നു. ആ നിയമം ജൂലൈന്റെ ബാക്കിലുള്ള ആ കേസുകൾക്കൊന്നും ബാധകമല്ല. പിന്നെ എന്തിനാണ് ആ നിയമം? ഞാന് ഒരു വ്യക്തിയാണല്ലോ. ഞാനിപ്പോ ഇന്ന് ഈ ഒരു ഷർട്ട് വാങ്ങി, അല്ലെങ്കിൽ ഒരു പാന്റ് വാങ്ങി, ഷൂ വാങ്ങി. ഇത് നിയമത്തിന്റെ ഒരു എന്താ പറയാ ശരിക്കുള്ള ഒരു ഉദാഹരണം പറയട്ടെ. ഇത് ഞാൻ ഇന്നലെ വരെ ഇട്ടിട്ടില്ല. ഇതിപ്പോ ഇന്ന് ഞാൻ വാങ്ങി, പക്ഷെ ഇന്നലെ വരെ നീ വേറെ ആളല്ലായിരുന്നു.